തൃശൂർ കേരള വിഷനും റെയിൽടെൽ കോർപ്പറേഷനും സംയുക്തമായി വില്ലേജ് ഓഫീസുകൾക്കും ഉപഭോക്താക്കൾക്കും ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകുന്നതിന് ധാരണയായി. ആദ്യഘട്ടത്തിൽ 185 വില്ലേജ് ഓഫീസുകളിലേക്കാണ് കണക്ഷനുകൾ നൽകുന്നതെന്ന് കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി ഗോപകുമാർ. കുപ്പിവെള്ള ലോബി ജില്ലയിൽ പിടിമുറുക്കുന്നു. ഭൂരിഭാഗം കുപ്പിവെള്ളവും ഗുണനിലവാരമുള്ളതല്ലെന്ന് റിപ്പോർട്ട്. തൃശൂർ വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുഴയ്ക്കൽപ്പാടത്ത് ഹൈടെക് സിറ്റി എന്ന പേരിൽ ഉപനഗരം പദ്ധതി നടപ്പിലാക്കും. പദ്ധതി നടപ്പിലാക്കാൻ സ്ഥലം ഉടമകളുമായി നടത്തിയ ചർച്ച വിജയിച്ചതായി അതോറിറ്റി ഭാരവാഹികൾ. സംസ്ഥാനത്തെ ആദ്യത്തെ ചുങ്കപ്പാത അപകടപാതയായി. മണ്ണുത്തി മുതൽ കറുകുറ്റി വരെയുള്ള ദേശീയപാതയിൽ 2 വർഷത്തിനിടെ അപകടത്തിൽ പൊലിഞ്ഞത് 252 ജീവനുകൾ. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. തൃശൂർ കേരള വിഷനും റെയിൽടെൽ കോർപ്പറേഷനും സംയുക്തമായി വില്ലേജ് ഓഫീസുകൾക്കും ഉപഭോക്താക്കൾക്കും ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകുന്നതിന് ധാരണയായതായി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റെയിൽടെൽ കോർപ്പറേഷന്റെയും കേരള വിഷന്റെയും നേതൃത്വത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുമായി ചേർന്ന് തൃശൂർ, കോട്ടയം, മലപ്പുറം എന്നീ ജില്ലകളിലെ വില്ലേജ്, താലൂക്ക്, ജില്ലാ ഓഫീസുകളിലേക്ക് ആദ്യഘട്ടത്തിൽ ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ലഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. തൃശൂർ കേരള വിഷന്റെ പരിധിയിൽ വരുന്ന 155 വില്ലേജ് ഓഫീസുകളിലേക്കാണ് ഇപ്പോൾ കണക്ഷനുകൾ നൽകുന്നത്. മറ്റ് സർക്കാർ ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കും കണക്ഷനുകൾ നൽകുന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളതെന്നും കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി ഗോപകുമാർ പറഞ്ഞു. ഇപ്പോൾ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി തൃശൂർ ജില്ലയിലുള്ള ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളടക്കം സർക്കാർ ഓഫീസുകളിലേക്കൊക്കെ ഇന്റർനെറ്റ് കൊടുക്കാനുള്ള അനുവാദമാണ് ഇപ്പോൾ കേരള വിഷൻ ലഭിച്ചിട്ടുള്ളത്. ലോകോത്തര നിലവാരത്തിലുള്ള ജിപ്പോൺ ടെക്നോളജി പ്രകാരം ഒപ്റ്റിക്കൽ ഫൈബർ നേരിട്ട് വീടുകളിലും ഓഫീസുകളിലും എത്തിച്ചാണ് ഈ സൗകര്യം ലഭ്യമാക്കുന്നതെന്നും ഇത് പ്രകാരം 100 Mbps വേഗമുള്ള ഇന്റർനെറ്റ് സർവീസ് കൊടുക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും റെയിൽടെൽ ജനറൽ മാനേജർ ആർ ഭാസ്കരൻ അറിയിച്ചു. We are open for every district people to come to us so that we will be able to give connectivity to every village. Kerala is most educated area. It will be further improving when they get connected to internet. നിലവിൽ 10 Mbps വരെയുള്ള പ്ലാനുകളാണ് റെയിൽടെൽ കോർപ്പറേഷൻ നൽകുന്നത്. പുതിയ പദ്ധതി പ്രകാരം 100 Mbps വരെയുള്ള പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് നൽകുമെന്നും റെയിൽടെൽ സദേൺ റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ PV രാജശേഖർ പറഞ്ഞു. This particular model we have also decided to extend government connectivity to village offices. So that is an important breakthrough which we've achieved in Thrissur. Government of Kerala, apparently one of the issues which is plaguing Government of Kerala is connectivity in rural areas. COA ജില്ലാ സെക്രട്ടറി VK പ്രമോദ് കുമാർ, റെയിൽടെൽ കോർപ്പറേഷൻ കേരള ഹെഡ് പ്രകാശ് സാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ കേരള വിഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗും ടെക്നിക്കൽ വർക്ക്ഷോപ്പും അരണാട്ടുകരയിലെ കേരള വിഷൻ ഓഫീസിൽ നടന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. തൃശൂർ കേരള വിഷനും റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി ഉപഭോക്താക്കൾക്കും വില്ലേജ് ഓഫീസ് അടക്കമുള്ള സർക്കാർ ഓഫീസുകളിലും നടപ്പിലാക്കുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി ഗോപകുമാർ, റെയിൽടെൽ ഗ്രൂപ്പ് ജനറൽ മാനേജർ ആർ ഭാസ്കരൻ, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ PV രാജശേഖരൻ, റെയിൽടെൽ ഗ്രൂപ്പ് കേരള ഹെഡ് പ്രകാശ് സാം, കേരള വിഷൻ ഡയറക്ടർ VP ബിജു തുടങ്ങിയ കേരള വിഷൻ ഭാരവാഹികളും COA ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. കുപ്പിവെള്ള ലോബി ജില്ലയിൽ പിടിമുറുക്കുന്നു. ഭൂരിഭാഗം കുപ്പിവെള്ളവും ഗുണനിലവാരമുള്ളതല്ലെന്ന് റിപ്പോർട്ട്. 15ഉം 20ഉം രൂപയ്ക്കാണ് വിപണിയിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാകുന്നത്. ഡസൻ കണക്കിന് കമ്പനികളാണ് ഈ രംഗത്തുള്ളത്. ജലചൂഷകരായ പെപ്സി, കൊക്കക്കോള കമ്പനികൾ തുടങ്ങി പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നവർ വരെ ഈ രംഗത്ത് സജീവമാണ്. 3 രൂപ 50 പൈസ ഉൽപ്പാദന ചെലവുള്ള ഒരു കുപ്പിവെള്ളം കച്ചവടക്കാരന് കിട്ടുന്നത് 8ഉം 10ഉം രൂപയ്ക്കാണ്. ഇതാണ് 15ഉം 20ഉം രൂപ കൊടുത്ത് ഉപഭോക്താവ് വാങ്ങുന്നത്. എന്നാൽ പാലിന്റെ വില നൽകി വാങ്ങുന്ന ഈ വെള്ളം ഗുണനിലവാരമുള്ളതല്ലെന്ന് സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യമന്ത്രി ശിവകുമാർ തന്നെ ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തി. ഈ കോളിഫോം തുടങ്ങിയ ബാക്ടീരിയകളും ചില ബ്രാൻഡുകളിൽ മാരക കീടനാശിനികളുടെ സാന്നിധ്യം വരെ കണ്ടെത്തി. എന്നാൽ ഇവ പരിശോധിക്കാൻ സാധാരണക്കാരനെ പ്രാദേശിക തലത്തിൽ സംവിധാനങ്ങളില്ല. പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് വെള്ളം നിറച്ച് സ്റ്റിക്കറും ഒട്ടിച്ച് വിറ്റഴിക്കുന്ന സംഘവും സജീവമാണ്. കുപ്പിവെള്ള മേഖലയിലെ ലോബികളെ നിയന്ത്രിക്കാൻ സർക്കാരിന് സംവിധാനവുമില്ല.
തമിഴ്നാട്ടിൽ സർക്കാർ നേരിട്ട് കുപ്പിവെള്ളം ഉൽപ്പാദിപ്പിച്ച് 10 രൂപ നിരക്കിൽ വിൽക്കുന്നത് കേരളത്തിന് ഒരു പാഠമാണ്. ആശുപത്രി പരിസരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും പ്രത്യേക കൗണ്ടറുകൾ വഴിയാണ് തമിഴ്നാട് സർക്കാർ ഈ കുപ്പിവെള്ളം വിൽക്കുന്നത്. ദാഹിക്കുന്നവനെ ചൂഷണം ചെയ്ത് കൊള്ളലാഭമുണ്ടാക്കുന്നവർക്കെതിരെ കേരളത്തിൽ ഒരു നടപടിയുമില്ല. കുപ്പിവെള്ള ലോബിക്കെതിരെ പ്രസംഗിക്കുന്നവന്റെ കയ്യിലും ഒരു കുപ്പിവെള്ളമുണ്ടാകും എന്നതാണ് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യം. TCV തൃശൂർ. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ MA 1ാം വർഷ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. ചാലക്കുടി പരിയാരം കണ്ണംപള്ളി വീട്ടിൽ തോമസിന്റെ മകൾ 20 വയസ്സുള്ള മറിയം തോമസാണ് മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു വിദ്യാർത്ഥിനി. കുഴഞ്ഞു വീണ ഉടനെ കോളേജ് അധികൃതർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തൃശൂർ വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുഴയ്ക്കൽ പാടത്തെ 150 ഏക്കർ സ്ഥലത്ത് ഹൈടെക് സിറ്റി എന്ന പേരിൽ ഉപനഗരം പദ്ധതി നടപ്പിലാക്കുന്നു. അതോറിറ്റിയും സ്ഥലത്തെ ഭൂവുടമകളും ചേർന്നാണ് ഉപനഗരം പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ പദ്ധതി നടപ്പിലാക്കാനാവശ്യമായ ഭൂമി സ്ഥലം ഉടമകൾ സൗജന്യമായി നൽകും. തുടർന്ന് 150 ഏക്കർ വരുന്ന പ്രദേശത്ത് ആസൂത്രിത പദ്ധതി നടപ്പിലാക്കുകയും അടിസ്ഥാന വികസനത്തിനുള്ള ഭൂമി മാത്രം ഏറ്റെടുത്ത് ബാക്കി സ്ഥലം ഉടമകൾക്ക് കൈമാറുകയും ചെയ്യും. പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സ്ഥലം ഉടമകളുമായി നടത്തിയ ചർച്ച വിജയിച്ചതായും ഈ പദ്ധതി സർക്കാരിൽ സമർപ്പിച്ച് അനുമതി തേടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള ഔട്ടർ റിംഗ് റോഡ് ഈ പ്രദേശത്തുകൂടെയാകും വിഭാവനം ചെയ്യുക. മാർക്കറ്റുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, സർക്കാർ അർദ്ധ സർക്കാർ ഓഫീസുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ, പ്രകൃതിക്കിണങ്ങുന്ന IT വ്യവസായ സ്ഥാപനങ്ങൾ, വാഹന പാർക്കിംഗ്, കളിസ്ഥലങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, പാർക്ക്, സ്റ്റേഡിയം തുടങ്ങിയ സൗകര്യങ്ങളും ഉപനഗരത്തിൽ ഒരുക്കും. മേയർ IP പോൾ, തേരമ്പിൽ രാമകൃഷ്ണൻ MLA, തൃശൂർ വികസന അതോറിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ, സെക്രട്ടറി ഇൻചാർജ് PG സുഭാഷ്, പ്രമോദ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീൻ പിടിക്കാൻ പോയ ആൾ കുറുമാലിപ്പുഴയിൽ മുങ്ങി മരിച്ചു. ചെറുവാൾ തെക്കൂട്ട് ചാത്തു മകൻ 60 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. മാഞ്ഞാംകുഴി ഷട്ടറിന് സമീപത്തുള്ള കടവിൽ മീൻ പിടിക്കുമ്പോൾ ഗോപി കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പുതുക്കാട് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ ആദ്യത്തെ ചുങ്കപ്പാത അപകടപാതയായി മാറുന്നു. മണ്ണുത്തി മുതൽ കറുകുറ്റി വരെയുള്ള ദേശീയപാതയിൽ 2 വർഷത്തിനിടെ അപകടത്തിൽ മരണമടഞ്ഞത് 252 ജീവനുകൾ. ടോൾ റോഡിലൂടെ സുഗമമായും സുരക്ഷിതമായും യാത്ര ചെയ്യാമെന്ന സർക്കാരിന്റെയും ടോൾ കമ്പനിയുടെയും അവകാശവാദങ്ങളെ തകിടം മറിക്കുന്ന കണക്കുകളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായിട്ടുള്ളത്. ടോൾ പാത തുറന്നുകൊടുത്ത 2011 ജനുവരി 1 മുതൽ 2013 സെപ്റ്റംബർ 10 വരെയുള്ള അപകടങ്ങളുടെ ഭീകരമായ കണക്കുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ 617 ദിവസത്തിനുള്ളിൽ 38 കിലോമീറ്റർ ദേശീയപാതയിൽ 1168 അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 252 ജീവനുകൾ അപകടത്തിൽ പൊലിഞ്ഞു. 1518 പേർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ 54 കാൽനട യാത്രികരാണ് ഇവിടെ അപകടങ്ങളിൽ മരണമടഞ്ഞിട്ടുള്ളത്. 146 കാൽനട യാത്രികർക്ക് അപകടത്തിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. നേർവഴി മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകനായ PB സതീഷാണ് വിവരാവകാശ നിയമപ്രകാരം ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഒല്ലൂർ, പുതുക്കാട്, കൊടകര, ചാലക്കുടി, കൊരട്ടി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ BOT പാതയിൽ നടന്ന അപകടങ്ങളുടെ മാത്രം കണക്കാണിത്. BOT പാത വരുമ്പോൾ അപകട നിരക്ക് കുറയുന്നു, യാത്രാസുഖം കൂടുന്നു എന്ന കണക്കുകൂട്ടലിൽ നിന്നും വ്യത്യസ്തമായി BOT പാതകൾ വരുമ്പോൾ അത് കാലൻ വരിപ്പാതകൾ ആവുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പട്ടണങ്ങളിലൂടെ ഒക്കെ BOT പാതകൾ കടന്നു പോകുന്നു, അല്ലെങ്കിൽ വലിയ പാതകൾ കടന്നു പോകുന്നത് റോഡിന് മുകളിലൂടെ മറ്റൊരു റോഡ് ഉണ്ടാക്കിയിട്ടാണ്. ഇവിടെ അതിന് പകരം വളരെ എളുപ്പത്തിൽ വളരെ ലാഭകരമാക്കാൻ ഉള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് സർക്കാരും സ്വകാര്യ കുത്തകകളും കൂടി വളരെ സൂത്രത്തിലുണ്ടാക്കിയ ഈ പാത നമ്മുടെ കേരളീയരുടെ മരണപാതയായി തന്നെ മാറിയെന്നാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 73 പേരാണ് ഈ മേഖലയിൽ അപകടങ്ങളിൽ മരണമടഞ്ഞിട്ടുള്ളത്. ചാലക്കുടി, കൊരട്ടി മേഖലയിൽ 88 പേരും ഒല്ലൂർ മേഖലയിൽ 26 പേരും പുതുക്കാട് 65 പേരും മരണമടഞ്ഞിട്ടുണ്ട്. കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പുതുക്കാട് മേഖലയിലാണ്. 411 അപകടങ്ങളിൽ 520 പേർക്കാണ് ഈ മേഖലയിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത്. പുതുക്കാട് മേഖലയിൽ തന്നെയാണ് കൂടുതൽ കാൽനട യാത്രികരും അപകടത്തിനിരയായിട്ടുള്ളത്. 16 കാൽനട യാത്രികരാണ് ഈ മേഖലയിൽ നന്ദിക്കര, പുതുക്കാട്, ആമ്പലൂർ ജംഗ്ഷനുകളിൽ മാത്രം അപകടത്തിനിരയായി ജീവൻ വെടിഞ്ഞിട്ടുള്ളത്.
DCB ന്യൂസ് തൃശൂർ. കേരള വിഷൻ ഡിജിറ്റൽ TV കേബിൾ വരിക്കാർക്കായി ഒരുക്കിയ സമ്മാനോത്സവത്തിന്റെ നറുക്കെടുപ്പ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ വിജയകൃഷ്ണൻ, COA സംസ്ഥാന സെക്രട്ടറി KV രാജൻ, ജില്ലാ സെക്രട്ടറി പ്രമോദ് കുമാർ, തൃശൂർ കേരള വിഷൻ MD P ഗോപകുമാർ, KCCL ഡയറക്ടർമാരായ PP സുരേഷ് കുമാർ, ശശികുമാർ, C സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്നാം സമ്മാനമായ 32-ഇഞ്ച് LED TVക്കും HD സെറ്റ്-ടോപ്പ് ബോക്സിനും 5 പേർ അർഹരായി. മലപ്പുറം സ്വദേശി കോമു, കണ്ണൂർ സ്വദേശി പ്രകാശൻ, തിരുവനന്തപുരം സ്വദേശി ക്ലീറ്റസ് ജോൺ, ആലപ്പുഴ സ്വദേശി TC തോമസ്, തൃശൂർ സ്വദേശി ആന്റണി കാക്കു എന്നിവർക്കാണ് സമ്മാനം. രണ്ടാം സമ്മാനമായി 24-ഇഞ്ച് LED TVക്കും HD സെറ്റ്-ടോപ്പ് ബോക്സും 10 പേർക്ക് ലഭിച്ചു. വയനാട് നിന്നുള്ള MV മാധവൻ, K സുധീഷ് കാസർകോട്, ചേർത്തല സ്വദേശി മനോഹരൻ, കൊല്ലം സ്വദേശി ശ്രീലാൽ, പാലക്കാട് നിന്നുള്ള P ഗോപിനാഥ്, ഉഴവൂർ സ്വദേശി ബാബു ലൂക്കോസ്, അരൂരിലെ KA പ്രതീഷ്, കുട്ടനാട് നിന്നുള്ള IC വർഗീസ്, കോടഞ്ചേരി സ്വദേശി ബിജു, പാലക്കാട് കൽപ്പാത്തിയിൽ നിന്നുള്ള PC ഗിരീഷ് എന്നിവരാണ് രണ്ടാം സമ്മാനത്തിന് അർഹരായത്. മൂന്നാം സമ്മാനമായ 50 പേർക്ക് ഇൻഡക്ഷൻ കുക്കർ ലഭിക്കും. കൂടാതെ മറ്റു വരിക്കാർക്കായി നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിച്ചു. തുമ്പൂർ കൊച്ചുപോൾ വധക്കേസിൽ മാപ്പുസാക്ഷിയെ കോടതി വിസ്തരിച്ചു. നേരത്തെ രണ്ടാം പ്രതിയായി ചേർക്കപ്പെടുകയും പിന്നീട് പ്രോസിക്യൂഷൻ മാപ്പുസാക്ഷിയാക്കിയതുമായ ജോസഫിനെയാണ് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി KP ജ്യോതീന്ദ്രനാഥ് മുൻപാകെ വിസ്തരിച്ചത്. കൊച്ചുപോളിനെ കല്ലൂർ വടക്കുംചേരി വീട്ടിൽ ടോണി വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ടതായി വിസ്താരത്തിനിടെ ജോസഫ് കോടതിയിൽ മൊഴി നൽകി. കൊല ചെയ്യപ്പെട്ട കൊച്ചുപോളിന്റെ മാലയും മോതിരങ്ങളും പ്രതി ടോണി കൊല്ലാനുപയോഗിച്ച വെട്ടുകത്തിയും മാപ്പുസാക്ഷി തിരിച്ചറിഞ്ഞു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പയസ് മാത്യു കോടതിയിൽ ഹാജരായി. ഇനി തിരുനാൾ വിശേഷങ്ങൾ. ഒല്ലൂർ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തീർത്ഥകേന്ദ്രം തിരുനാൾ ആഘോഷ ലഹരിയിലേക്ക്. തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് നാളെ രാവിലെ 6-ന് ദിവ്യബലി നടക്കും. ഉച്ചതിരിഞ്ഞ് 3:45-ന് ദിവ്യബലിയും തുടർന്ന് പ്രസിദ്ധമായ കൂടുതുറക്കൽ ശുശ്രൂഷയും നടക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാലാഖയുടെ പന്തലിൽ നടക്കുന്ന നേർച്ച ഭക്ഷണ വിതരണം വൈകിട്ട് 6-ന് ആരംഭിക്കും. 1,00,000 പേർക്കാണ് നേർച്ച ഭക്ഷണം ഇത്തവണ ഒരുക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ രാത്രി 11:30-യോടെ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് പനംകുറ്റിച്ചിറ വള ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെടിക്കെട്ട് നടക്കും. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ 6 മുതൽ 9 വരെ തുടർച്ചയായ ദിവ്യബലി നടക്കും. 10-ന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് മാർ ജോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3-ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും. തുടർന്ന് വൈകിട്ട് 7-ന് ഒല്ലൂർ വെസ്റ്റ് മേഖലയുടെ നേതൃത്വത്തിൽ ഫാൻസി വെടിക്കെട്ടും ഉണ്ടാകും. ചരിത്രപരമായി ഏറെ സവിശേഷതകളുള്ള ഒല്ലൂർ ദേവാലയം ചിന്ന റോമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരമൊരു വിശേഷണം ഒല്ലൂരിലെ വിശ്വാസി സമൂഹത്തിനുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. ക്രൈസ്തവ വിശ്വാസി സമൂഹം നേരിട്ട ചരിത്ര പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ധീരമായി നേരിട്ട അനുഭവങ്ങളാണ് ഒല്ലൂരിനും അവകാശപ്പെടാനുള്ളത്. വിശ്വാസ പ്രതിസന്ധികളിൽ സഭയ്ക്കൊപ്പം അടിയുറച്ച് നിലകൊണ്ടതിന്റെ അംഗീകാരമായാണ് ഇത്തരമൊരു പദവി ഒല്ലൂർ ഇടവകയ്ക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. ടിപ്പുവിന്റെ ആക്രമണവും വിമോചന സമരവും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വെടിവെപ്പുമെല്ലാം നേരിടുകയും അത്തരം പ്രതിസന്ധികളെ മറികടക്കുകയും ചെയ്ത പാരമ്പര്യം ഈ ഇടവകയ്ക്കുണ്ട്. സഭാ പ്രതിസന്ധികളെ അതാത് സമയം റോമിലെ സഭയുടെ ഉന്നതാധികാരി ധരിപ്പിക്കുകയും ഉചിതമായ നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വിശ്വാസി സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയ്ക്കാണ് ഒല്ലൂർ ചിന്ന റോം എന്ന വിശേഷണത്തിന് അർഹമായതെന്ന് ഫൊറോന വികാരി ഡോക്ടർ ജോർജ് കോമ്പാറ പറയുന്നു. ഇവിടെ റോക്കോസ് മേലൂസ് ചീസ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസിറിയൻ ചർച്ചിലെ ഉള്ള ഒരു ചീസ്മ ഇവിടെ ഉടലെടുത്തു. കത്തോലിക്ക ജനങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഇവിടെ അതുവഴി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നേരങ്ങളിൽ റോമിനെ അറിയിക്കാനും അവിടുത്തെ ചില സന്ദേശങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഇവിടേക്ക് കൊടുക്കുവാനുമായിട്ട് ഒല്ലൂക്കാർ താല്പര്യം കാണിക്കുകയും അതിൻ്റെ മുൻപിൽ നിൽക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് റോം തന്നെ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചത്. അവിടെ മേജർ റോം, ഇത് ഒരു മൈനർ റോം. മറ്റിടങ്ങളിൽ ഇല്ലാത്ത നേർച്ചകളും ആചാരാനുഷ്ഠാനങ്ങളുമാണ് മറ്റൊരു പ്രത്യേകത. മത്സ്യസമർപ്പണം, അടിമ സമർപ്പണം, കുഞ്ഞുങ്ങളെ മാലാഖയ്ക്ക് സമർപ്പിക്കൽ എന്നിങ്ങനെയുള്ള നേർച്ചകളും ഇവിടത്തെ സവിശേഷതയാണ്. പണ്ട് തുള്ളലടക്കമുള്ള ആചാരങ്ങൾ തിരുനാളിന്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത്തരം ചടങ്ങുകൾ നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV.
ഒല്ലൂർ പള്ളിപ്പെരുന്നാളിന് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 200ഓളം പോലീസുകാരെ വിന്യസിക്കും. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഹരിശങ്കറിന്റെ നേതൃത്വത്തിലാണ് പോലീസിനെ നിയോഗിക്കുക. ഒല്ലൂർ പള്ളിയിലെ 6 വിവിധ സോണുകളായി തിരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 4 മുതൽ മറ്റന്നാൾ വൈകിട്ട് 8 വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. തിരുനാളിനോടനുബന്ധിച്ച് ഒല്ലൂർ ദേവാലയ സമുച്ചയം വൈദ്യുത ദീപാലങ്കൃതമായി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി ഹരിശങ്കർ നിർവഹിച്ചു. നയനമനോഹരമായ ദീപക്കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഇത്തവണ 8ാമിടം വരെ ദേവാലയത്തിൽ ദീപാലങ്കാരം ഒരുക്കിയിട്ടുണ്ട്. ഒല്ലൂർ സെന്ററിൽ ഒരുക്കിയ പന്തലും വൈദ്യുതി ദീപാലങ്കൃതമായി. ഒല്ലൂർ സെന്ററിലെ വൈദ്യുതി ദീപാലങ്കാരം ഒല്ലൂർ CI MK സുരേന്ദ്രൻ നിർവഹിച്ചു. ഇനി ഫോക്കസിലേക്ക്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് അഴകിന്റെ പീലി വിടർത്തി എത്തിച്ചേർന്നതാണ് മയിൽ. എന്നാൽ ട്രാൻസ്ഫോർമറിന്റെ രൂപത്തിൽ മരണം പതിയിരിക്കുന്നത് തിരിച്ചറിയാതെ പോയി. TCV ക്യാമറാമാൻ പ്രവീൺ ഫോക്കസ് ചെയ്ത ദൃശ്യങ്ങളിലേക്ക്. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. കിണറ്റിൽ വീണ വീട്ടമ്മ മരിച്ചു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി കൊച്ചിക്കാരൻ വീട്ടിൽ റോസിയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ വീണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. മുല്ലനേഴി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മുല്ലനേഴി സ്മൃതിയും പുരസ്കാര സമർപ്പണവും നടത്തി. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി നരിപ്പറ്റ രാജുവിനാണ് മുല്ലനേഴി പുരസ്കാരം സമർപ്പിച്ചത്. KR മോഹനനും മുല്ലനേഴിയുടെ പത്നി സാവിത്രിയുമാണ് നരിപ്പറ്റ രാജുവിന് പുരസ്കാരം സമർപ്പിച്ചത്. സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ KP ശങ്കരൻ, ബേബിജ ജോൺ, അശോകൻ ചെരുവിൽ, കാവുമ്പായി ബാലകൃഷ്ണൻ, കരിവള്ളൂർ മുരളി, ജയരാജ് വാര്യർ, പ്രിയനന്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ മുല്ലനേഴി കവിതകളുടെ ആലാപന മത്സരം ഒരുക്കിയിരുന്നു. തുടർന്ന് കവിസമ്മേളനവും മുല്ലനേഴി കൃതിയുടെ പ്രകാശനവും നടത്തി. പാലസ് ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നരിപ്പറ്റ രാജു സംവിധാനം ചെയ്ത വെള്ളൂർ സെൻട്രൽ ആർട്സിന്റെ കുരുതിപ്പാടം എന്ന നാടകം അവതരിപ്പിച്ചു. വെള്ളറക്കാട് വെള്ളത്തേരിയിൽ മോഷണത്തിനെത്തിയ സ്ത്രീ വീട്ടമ്മയെ ആക്രമിച്ച് രക്ഷപ്പെട്ടു. വെള്ളത്തേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കൊട്ടിലിങ്ങൽ നിഷാദിന്റെ ഭാര്യ മാജിദയെ ആണ് ആക്രമിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. വീട്ടിലെ മറ്റംഗങ്ങൾ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതിനാൽ മാജിദയും കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭിക്ഷ ചോദിച്ചു വന്ന പർദ്ദ ധരിച്ച സ്ത്രീയാണ് മാജിദയെ ആക്രമിച്ചത്. ഭിക്ഷ കൊടുത്തതിന് ശേഷം വീടിനകത്തേക്ക് കയറിയ മാജിദയെ പുറകിൽ നിന്ന് യാചക സ്ത്രീ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു. വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോൾ ബോധരഹിതയായി കിടക്കുന്ന മാജിദയെയാണ് കണ്ടത്. വീട്ടിലെ അലമാരയിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വിലപിടിച്ചതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എരുമപ്പെട്ടി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇരിഞ്ഞാലക്കുട നഗരത്തെ 6 മാസത്തിനകം മാലിന്യ വിമുക്തമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവ്. നഗരാതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, ഹാളുകൾ, വീടുകൾ തുടങ്ങിയവയിൽ നിന്നും മലിനജലം പൊതുകാനയിലേക്ക് ഒഴുക്കുന്നത് തടയുക, രാമൻചിറ തോട് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗായത്രി റെസിഡൻസ് അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് വിധി.
കാനകൾ സ്ലാബുകളിട്ട് സംരക്ഷിക്കണമെന്നും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്നും പൊതുമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നഗരസഭ നിർമ്മിക്കണമെന്നും ഇരിഞ്ഞാലക്കുട പ്രിൻസിപ്പൽ മുൻസിഫ് രാജൻ തട്ടിൽ വിധിയിൽ വ്യക്തമാക്കി. 6 മാസത്തിനകം നടപടിയുണ്ടായില്ലെങ്കിൽ സെക്രട്ടറിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും വിധിയിൽ പറയുന്നു. മുറ്റിച്ചൂരിൽ തെങ്ങിൽ നിന്ന് വീണ തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പറവൂർ സ്വദേശി 56 വയസ്സുള്ള ശശിക്കാണ് പരിക്കേറ്റത്. അന്തിക്കാട് മുറ്റിച്ചൂർ കോക്കാൻമുക്ക് പരിസരത്ത് സ്വകാര്യ വ്യക്തിയുടെ തെങ്ങ് മുറിക്കുന്നതിനിടെ ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാങ്കിംഗ് ഇൻ അൺസർട്ടൺ ടൈംസ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാസിനോ ഹോട്ടലിൽ നടന്ന സെമിനാറിൽ കാത്തലിക് സിറിയൻ ബാങ്ക് MD-യും സിഇഒയുമായ രാകേഷ് ഭാട്ടിയ വിഷയാവതരണം നടത്തി. TMA പ്രസിഡന്റ് MR ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് TS അനന്തരാമൻ, ഡോക്ടർ V വേണുഗോപാൽ, ഡോക്ടർ സേവ്യർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴയിൽ നടന്ന 43ാമത് സംസ്ഥാന പോലീസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ട്രാഫിക് സ്റ്റേഷനിലെ KK കൃഷ്ണകുമാർ 2ാം സ്ഥാനം നേടി. ഇടുക്കിയിൽ നടന്ന സംസ്ഥാന സീനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിലും കൃഷ്ണകുമാർ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. കുന്നംകുളത്ത് പഴക്കട കത്തിനശിച്ചു. ജവഹർ സ്റ്റേഷനിലെ ജവഹർ സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള പഴക്കടയാണ് ഇന്നലെ രാത്രി കത്തിനശിച്ചത്. തേരിൽ രാജന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കട. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. കടയിലുണ്ടായിരുന്ന മുഴുവൻ പഴങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. യുവാവിന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന കേസിലെ പ്രതിയെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടുങ്ങച്ചിറ കൊക്കാനിക്കാട് സ്വദേശി പൊന്നാപ്പിടി റഷീദിനെയാണ് ഇരിഞ്ഞാലക്കുട SI TG ദിലീപും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട ലിസി കോൺവെന്റിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ജോലിക്കെത്തിയ വെള്ളാനി സ്വദേശിയിൽ നിന്നാണ് 1200 രൂപയും 3/4 പവന്റെ സ്വർണ്ണാഭരണവും അടങ്ങിയ പേഴ്സ് റഷീദ് മോഷ്ടിച്ചത്. 2010-ൽ 20,000 രൂപ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ASIമാരായ ജോയ്, മനോജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ റോയ് പൌലോസ്, ജിനേഷ്, വിജിൽ എന്നിവരും ഉണ്ടായിരുന്നു. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും ജില്ലാതല ശില്പശാല തൃശൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ K ശ്രീധര വാര്യർ അധ്യക്ഷനായിരുന്നു. SRS അഡീഷണൽ ജില്ലാ ഓഫീസർ PC പുരുഷോത്തമൻ, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ രാധാകൃഷ്ണപിള്ള, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കത്രീന, സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ S ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ നീന്തൽ മത്സരങ്ങൾ ചാലക്കുടി CMI പബ്ലിക് സ്കൂളിൽ ആരംഭിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡെന്നിസ് K ആന്റണി ഉദ്ഘാടനം ചെയ്തു. AEO MR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഫാദർ സന്തോഷ് മുണ്ടൻമാണി മുഖ്യാതിഥിയായിരുന്നു. 13 സബ് ജില്ലകളിൽ നിന്നായി 700ഓളം വിദ്യാർത്ഥികൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. NFPEയുടെ നേതൃത്വത്തിൽ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ തപാൽ ജീവനക്കാർ റിലേ സത്യാഗ്രഹം ആരംഭിച്ചു. തൃശൂർ പോസ്റ്റൽ സൂപ്രണ്ട് തൊഴിലാളി വിരുദ്ധവും ഏകാധിപത്യപരവുമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ചാണ് സത്യാഗ്രഹം. CITU ജില്ലാ പ്രസിഡന്റ് KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 25 വരെയാണ് റിലേ സത്യാഗ്രഹം. ഡിവിഷണൽ സെക്രട്ടറിമാരായ PS ബാബുരാജൻ, KV സോമൻ, PS പരമേശ്വരൻ എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. കഞ്ചാവ് വിൽപ്പന സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം വിയ്യൂരിൽ നിന്നും തൃശൂരിൽ നിന്നും കഞ്ചാവ് വിൽപ്പനക്കാരെ പോലീസ് പിടികൂടിയിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികളാണ് കഞ്ചാവിന്റെ ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവുമെന്ന് ഇവർ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. DYFI തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തി. ശക്തൻ സ്റ്റാൻഡിലെ തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ചും സ്റ്റാൻഡിലെ പൂവാലശല്യം തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുമാണ് മാർച്ച് നടത്തിയത്. DYFI ബ്ലോക്ക് സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, TR ഹിരണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. തൃശൂർ വെസ്റ്റ് ഉപജില്ല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് തുടക്കമായി.
കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേള അഡ്വക്കേറ്റ് തേർമ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോലടി ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ഷീബ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ RP ബഷീർ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാഗി ജോസ്, കോലടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസി തോമസ്, N രാജഗോപാൽ, KK മേഴ്സി, PS ശാന്ത എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പ്രവൃത്തി പരിചയമേള, സയൻസ് മേള, IT മേള എന്നിവയിലായി 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നടന്ന ക്ലേ മോഡലിംഗ് മത്സരത്തിൽ സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളാണ് വിദ്യാർത്ഥികളുടെ വിരലുകളാൽ മെനഞ്ഞെടുത്തത്. കൂടാതെ ചോക്ക് നിർമ്മാണം, കുട നിർമ്മാണം, ഫാബ്രിക് പെയിന്റിംഗ്, മരപ്പണി, ഇലക്ട്രിക്കൽ വർക്കിംഗ് തുടങ്ങിയ നിരവധി ഇനങ്ങളിലായി ഇന്ന് 1600-ലേറെ വിദ്യാർത്ഥികൾ മത്സരിച്ചു. മേള നാളെ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കേരള വിഷനും റെയിൽടെൽ കോർപ്പറേഷനും സംയുക്തമായി വില്ലേജ് ഓഫീസുകൾക്കും ഉപഭോക്താക്കൾക്കും ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകുന്നതിന് ധാരണയായി. ആദ്യഘട്ടത്തിൽ 155 വില്ലേജ് ഓഫീസുകളിലേക്കാണ് കണക്ഷനുകൾ നൽകുന്നതെന്ന് കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ P. ഗോപകുമാർ. കുപ്പിവെള്ള ലോബി ജില്ലയിൽ പിടിമുറുക്കുന്നു. ഭൂരിഭാഗം കുപ്പിവെള്ളവും ഗുണനിലവാരമുള്ളതല്ലെന്ന് റിപ്പോർട്ട്. തൃശൂർ വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുഴയ്ക്കൽ പാടത്ത് ഹൈടെക് സിറ്റി എന്ന പേരിൽ ഉപനഗരം പദ്ധതി നടപ്പിലാക്കും. പദ്ധതി നടപ്പിലാക്കാൻ സ്ഥലം ഉടമകളുമായി നടത്തിയ ചർച്ച വിജയിച്ചതായി അതോറിറ്റി ഭാരവാഹികൾ. സംസ്ഥാനത്തെ ആദ്യത്തെ ചുങ്കപ്പാത അപകടപ്പാതയായി. മണ്ണുത്തി മുതൽ കറുകുറ്റി വരെയുള്ള ദേശീയപാതയിൽ 2 വർഷത്തിനിടെ അപകടത്തിൽ പൊലിഞ്ഞത് 252 ജീവനുകൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.